ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ ദർശനം ഒരു ജനതയുടെ ഭാവിയെ മാറ്റിമറിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണെങ്കിൽ മലങ്കര സഭയുടെ ചരിത്രം നമുക്ക് മുന്നിൽ ഉയർത്തി കാണിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ഗീവർഗീസ് മാർ ഇവാനിയോസ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മലങ്കരയുടെ മഹാരഥൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. മഹാഭാരതത്തിൽ അർജുനൻ ഒരു മഹാരഥനായിരുന്നു. യുദ്ധഭൂമിയിൽ രഥത്തെ മുന്നോട്ട് നയിച്ച് വിജയത്തിലേക്ക് നയിച്ചു. അതുപോലെ മലങ്കര സഭയുടെ ആത്മീയവും സാമൂഹികവുമായ യാത്രയിൽ സഭയെ മുന്നോട്ട് നയിച്ച മഹാരഥനായിരുന്നു മാർ ഇവാനിയോസ് പിതാവ്. അദ്ദേഹത്തെ അപ്രകാരം വിളിക്കുന്നത് പിതാവിന്റെ മഹത്തായ ദർശനവും നേതൃത്വവും സഭയ്ക്കും സമൂഹത്തിനും നൽകിയ അമൂല്യമായ സംഭാവനകൾ കൊണ്ടുമാണ്. 1882 സെപ്റ്റംബർ 21 മാവേലിക്കരയിൽ ജനിച്ച അദ്ദേഹം ബാല്യകാലം മുതൽ തന്നെ അസാധാരണമായ ബുദ്ധിശക്തിയും ആത്മീയതയും പ്രകടിപ്പിച്ചു. പഠന മികവ് പുലർത്തിയ അദ്ദേഹം അധ്യാപകനും പ്രൊഫസറും പിന്നീട് സഭയുടെ നേതാവുമായി ഉയർന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം വ്യക്തിപരമായ നേട്ടങ്ങളൊന്നുമല്ലായിരുന്നു, ക്രിസ്തീയ നവോത്ഥാനവും ക്രിസ്തീയ ഐക്യവുമായിരുന്നു. മാർ ഇവാനിയോസ് തിരുമേനി ജീവിച്ച കാലഘട്ടത്തിൽ മലങ്കര സഭ പല വെല്ലുവിളികളും നേരിട്ടു. അത്തരം സാഹചര്യത്തിൽ അദ്ദേഹം പ്രാർത്ഥനയിലൂടെയും ആത്മീക നവീകരണത്തിന്റെ വഴികളിലൂടെയും സഭയെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു. അദ്ദേഹം സ്ഥാപിച്ച ബദനി സന്യാസ പ്രസ്ഥാനം ആത്മീയ നവോത്ഥാനത്തിന്റെ വലിയ പ്രചോദനമായിരുന്നു. സന്യാസ ജീവിതം, പ്രാർത്ഥന, ത്യാഗം, സേവനം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ദർശനം അദ്ദേഹം സഭയ്ക്ക് സമ്മാനിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ അധ്യായം പുനരേക്യ പ്രസ്ഥാനമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17 യേശുക്രിസ്തു പ്രാർത്ഥിച്ചു, അവരെല്ലാവരും ഒന്നായിരിക്കട്ടെ. ഈ വചനത്തെ ജീവിത ദൗത്യമായി സ്വീകരിച്ച മാർ ഇവാനിയോസ് പിതാവ് സഭയുടെ ഐക്യത്തിനായി പ്രവർത്തിച്ചു. അനേകം വിമർശനങ്ങളും എതിർപ്പുകളും വ്യക്തിപരമായ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് അദ്ദേഹം സത്യത്തിന്റെയും ഐക്യത്തിന്റെയും പാതയിൽ മുന്നേറി. 1930 സെപ്റ്റംബർ 20 നടന്ന പുനരൈക്യം ഒരു ചരിത്ര സംഭവം മാത്രമല്ലായിരുന്നു, അതൊരു ആത്മീയ വിപ്ലവമായിരുന്നു. ആ തീരുമാനത്തിലൂടെ മലങ്കര കത്തോലിക്ക സഭ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന മലങ്കര കത്തോലിക്ക സഭയുടെ വളർച്ചയുടെ പിന്നിൽ മാർ ഇവാനിയോസ് പിതാവിന്റെ ദീർഘദർശനവും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളുമുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹത്തിന്റെ സംഭാവനകൾ അനശ്വരമാണ്. വിദ്യാഭ്യാസം മനുഷ്യന്റെ സമഗ്ര വളർച്ചയ്ക്ക് ഒരു മാർഗമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം സമൂഹത്തിലെ ദുർബലർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ്. മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം നമ്മെ 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, വലിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യമുണ്ടാകണം. അദ്ദേഹം സഭയുടെ ഐക്യം സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിനായി ജീവിതം സമർപ്പിച്ചു. രണ്ടാമതായി, സത്യത്തിനു വേണ്ടി ത്യാഗം സഹിക്കണം. എതിർപ്പുകളും വിമർശനങ്ങളും അദ്ദേഹത്തെ പിന്നോട്ട് തിരിച്ചില്ല. മൂന്നാമതായി, പ്രാർത്ഥനയാണ് വിജയത്തിന്റെ അടിസ്ഥാനം. അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളും പിന്നിൽ ആഴമായ ദൈവിക വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് നാം മാർ ഇവാനിയോസ് പിതാവിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രം മാത്രം ഓർക്കരുത്, അദ്ദേഹത്തിന്റെ ദർശനവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. കുടുംബത്തിൽ ഐക്യം വളർത്തുവാനും സഭയിൽ സജീവമായി പ്രവർത്തിക്കാനും സമൂഹത്തിൽ ക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കുവാനും നമുക്ക് കഴിയട്ടെ. മലങ്കരയുടെ മഹാരഥൻ മാർ ഇവാനിയോസ് തിരുമേനി നമ്മെ പഠിപ്പിക്കുന്ന ഒരാളുടെ വിശ്വാസവും ദർശനവും ത്യാഗവും ഒരു സഭയുടെ ചരിത്രമായി മാറും. ആ മഹത്തായ പിതാവിന്റെ ജീവിതം നമുക്ക് എന്നും പ്രചോദനമായി തീരട്ടെ. നന്ദി, നമസ്കാരം.